എല്ലാവർക്കും നമസ്കാരം. 10ാം ക്ലാസ് SSLC കുട്ടികൾക്ക് ജോഗ്രഫിയുടെ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന വീഡിയോകളാണിത്. ഇതിനോടകം തന്നെ മലയാളം മീഡിയത്തിന് ഒന്നാമത്തെ പാഠം നമ്മൾ പാർട്ടുകളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഒന്നാമത്തെ ചാപ്റ്റർ മുഴുവനായിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് ഇതുപോലെ പാർട്ടായിട്ട് ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പം തുടർന്നുള്ള പാഠങ്ങളും ഇതുപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതിന് ശേഷം നിങ്ങൾ 9ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ നിങ്ങൾക്കത് ഹിസ്റ്ററി അതുപോലെ തന്നെ ജോഗ്രഫി എന്നിങ്ങനെ രണ്ട് ബ്രാഞ്ചുകളായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും, ഹിസ്റ്ററി എന്നും ജോഗ്രഫി എന്നും. അങ്ങനെ ഹിസ്റ്ററിക്കും ജോഗ്രഫിക്കും കൂടെ ചേർന്നിട്ട് നിങ്ങൾക്ക് ആകെ 80 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരിക. ഹിസ്റ്ററിയിൽ നിന്ന് 40 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, ജോഗ്രഫിയിൽ നിന്ന് 40 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. അപ്പോൾ ഹിസ്റ്ററി മാത്രം പഠിച്ചു പോയതുകൊണ്ടോ ജോഗ്രഫി മാത്രം പഠിച്ചു പോയതുകൊണ്ടോ നിങ്ങൾക്ക് A+ എന്ന് പറയുന്ന ഗ്രേഡിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. രണ്ടിൽ നിന്നും തുല്യമായ ചോദ്യങ്ങളാണ് വരിക. പക്ഷേ കാര്യം ഇങ്ങനെയാണെങ്കിൽ പോലും ഹിസ്റ്ററിക്കും ജോഗ്രഫിക്കും, പ്രത്യേകിച്ച് ജോഗ്രഫിക്ക് വളരെ കൃത്യമായി അത്യാവശ്യം നല്ല കണ്ടൻറ് റിച്ച് നിറഞ്ഞ ഒരു സബ്ജക്റ്റാണ്. അത്യാവശ്യം കാര്യങ്ങൾ വളരെ കാര്യമായിട്ട് തന്നെ മനസ്സിലാക്കി തന്നെ പഠിക്കേണ്ട ഒരുപാട് ചാപ്റ്ററുകൾ നമ്മുടെ ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്. നമുക്ക് 2 പാർട്ടുകളാണ് ജോഗ്രഫിക്കുള്ളത്. ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ട് 1, ഒന്നാം ഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ഭാഗം കൂടിയുണ്ട്. അത് നമുക്ക് അതിൻ്റെ ടൈം റിലേറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഒന്നാമത്തെ പാർട്ടിൽ, ജോഗ്രഫിയുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്നാമത്തെ പാർട്ടിൽ നിങ്ങൾക്ക് 5 പാഠങ്ങളാണ് പഠിക്കാനുണ്ടാവുക. ആദ്യത്തെ പാഠം വെതർ ആൻഡ് ക്ലൈമറ്റ് ആണ്. പിന്നെ രണ്ടാമത്തെ പാഠം ക്ലൈമാറ്റിക് റീജിയൻസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള പാഠമാണ്. മൂന്നാമത്തെ പാഠം ഫ്രം ദ റെയിനി ഫോറസ്റ്റ് ടു ദ ലാൻഡ് ഓഫ് പെർമഫോറസ്റ്റ് എന്ന് പറയുന്ന പാഠമാണ്. നാലാമത്തെ പാഠം കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ. അഞ്ചാമത്തെ പാഠം മണി ആൻഡ് എക്കണോമി. ഇങ്ങനെയുള്ള 5 പാഠങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വൈകാതെ കാര്യത്തിലേക്ക് കടക്കാം. ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പഠനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ടെക്സ്റ്റ് ബുക്കിലെ ഓരോ ലൈനും എക്സ്ട്രാ റീഡിങ്ങിലേക്കുള്ള ലൈനുകൾ അല്ലാതെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ട കാര്യങ്ങളുടെ ഓരോ ലൈൻ ബൈ ലൈൻ പാഠമായിട്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പാഠം വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന് പറയുന്ന ആദ്യ ചാപ്റ്ററാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ലൈൻ ബൈ ലൈൻ പഠിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ അതിൻ്റെ ഗൗരവത്തോട് കൂടിയിട്ട് തന്നെ മനസ്സിലാക്കുക. സ്കൂളിലോ അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് പഠിച്ചിട്ട് മനസ്സിലാവാത്ത കാര്യങ്ങൾക്ക് ഒരു റെഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകളെ കാണാനാവുന്നതാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ആദ്യം തന്നെ കുറേ ചിത്രങ്ങളാണ് ഈ പാഠത്തിൻ്റെ തുടക്കത്തിൽ, വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന് പറയുന്ന പാഠത്തിൻ്റെ തുടക്കത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവുക അല്ലേ. സൂര്യൻ ഉദിച്ചു നിൽക്കുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്, മേഘങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, നല്ല മഞ്ഞ് മൂടിയ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, നല്ല കാറ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഈ പാഠത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്ന ഇടത്തു നിന്ന് നമുക്ക് ഈ പാഠത്തിലേക്ക് കടക്കാം. വെതറും ക്ലൈമറ്റും. സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്ന 2 കോൺസെപ്റ്റുകളാണ് വെതറും ക്ലൈമറ്റും ഒന്നാണോ എന്നുള്ളത്. അപ്പോൾ വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് രണ്ടും ഒരേ ആശയമാണോ? ഇത് രണ്ടും ഉദ്ദേശിക്കുന്നത് ഒന്ന് തന്നെയാണോ? ഇതാണ് നമ്മൾ ഈ പാഠത്തിൽ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം. വെതറും ക്ലൈമറ്റും രണ്ടും 2 ആശയങ്ങളാണ്. വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ആശയമാണ്, ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ആശയമാണ്. പലപ്പോഴും നമുക്ക് തെറ്റിപ്പോവും. നമ്മൾ ചിലപ്പം ഇത് സിനണിംസ് ആയിട്ട്, അതായത് സമാനമായിട്ട് നമ്മൾ ചിലപ്പോൾ ഇതിനെ കണക്കാക്കാറുണ്ട്. പക്ഷേ ഇത് രണ്ടും 2 കോൺസെപ്റ്റ് ആണെന്നുള്ളതാണ് ഈ പാഠത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ ലൈൻ ബൈ ലൈൻ വായിച്ചു പോവുകയാണ്. ഒബ്സർവ് ദ പ്രസൻറ്റ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ അറ്റ് യുവർ പ്ലേസ്. നിങ്ങളുടെ അറ്റ്മോസ്ഫിയർ കണ്ടീഷൻ, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷ കണ്ടീഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, അത് ഇപ്പോൾ മഴക്കാലമാണ്. നമ്മൾ ഈ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു മഴയാണ് അല്ലേ, നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ആർ ദ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ദാറ്റ് വി എക്സ്പീരിയൻസ് സച്ച് ആസ് സൺലൈറ്റ്, റെയിൻ, മിസ്റ്റ്, വിൻഡ്, ക്ലൗഡ് ആൻഡ് ദ കണ്ടീഷൻസ് സച്ച് ആസ് ഹോട്ട് ആൻഡ് കോൾഡ് സ്റ്റേബിൾ. അതായത് നമ്മളുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മളുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഈ കണ്ടീഷൻസ്, നമ്മളെപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ കണ്ടീഷൻസ്, അതായത് സൂര്യപ്രകാശമാകാം, സൺലൈറ്റ് ആവാം, അല്ലെങ്കിൽ റെയിൻ, മഴയാകാം, മിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മഞ്ഞായിട്ട് എടുക്കാം നമുക്ക്, അല്ലെങ്കിൽ വിൻഡ്, കാറ്റ്, അല്ലെങ്കിൽ ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മേഘങ്ങൾ, ഇതൊക്കെ എപ്പോഴും സ്റ്റേബിളാണോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ഒക്കെ നമുക്ക് എപ്പോഴും ഒരേപോലെയാണോ ഉള്ളത്? എല്ലാ കാലത്തും നമുക്ക് ചൂടാണോ? എല്ലാ കാലത്തും നമുക്ക് തണുപ്പാണോ? അല്ലെങ്കിൽ എല്ലായ്പ്പോഴും കാറ്റ് വീശുന്നുണ്ടോ? എല്ലായ്പ്പോഴും മേഘങ്ങളെ കാണാൻ പറ്റാറുണ്ടോ? അല്ലെങ്കിൽ ഒരേ ടൈപ്പ് മേഘങ്ങളാണോ ഉള്ളത്? എല്ലായ്പ്പോഴും മഞ്ഞുണ്ടോ? എല്ലായ്പ്പോഴും മഴയുണ്ടോ? സൂര്യപ്രകാശമുണ്ടോ? അപ്പോൾ ഇതൊക്കെ എപ്പോഴും സ്റ്റേബിളാണോ എന്നാണ് നമ്മളോട് ആദ്യമായിട്ട് ഈ പാഠം ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. അതിന് ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം. എപ്പോഴും നമുക്ക് ചൂടല്ല അല്ലേ, നമുക്ക് എപ്പോഴും തണുപ്പാണോ? തണുപ്പുമല്ല. അപ്പോൾ ദ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ഓഫ് എനി പ്ലേസ് ഡിപ്പെൻഡ് ഓൺ ദ ഫാക്ടേഴ്സ് സച്ച് ആസ് ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ് ആൻഡ് ഹ്യൂമിഡിറ്റി. ഓരോ സ്ഥലത്തെയും എന്താ പറയുക, ഈ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ്, അതായത് ചൂടാണോ തണുപ്പാണോ അല്ലെങ്കിൽ അവിടെ മഴയാണോ വെയിലാണോ മഞ്ഞാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനെ നമുക്ക് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് എന്ന് വിളിക്കാം. ഈ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ഒക്കെ ഓരോ പ്ലേസിലും എല്ലാ സ്ഥലത്തും ഒരുപോലെയാണ്. ഇപ്പം എല്ലാ സ്ഥലത്തും ഒരേ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ എപ്പോഴും സ്റ്റേബിളായിട്ട് ഒരേ കാലാവസ്ഥ അല്ലെങ്കിൽ ഒരേ ഈ പറയുന്ന ഒരു കണ്ടീഷനാണോ ഉണ്ടായിരിക്കുക? അപ്പോൾ ഒരു സ്ഥലത്ത് എപ്പോഴും ഒരേ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനാണോ ഉള്ളത്? അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ അതേ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് തന്നെയാണോ മറ്റൊരു സ്ഥലത്തുള്ളത്? അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കതിന് ഉത്തരം പറയാം, ഒരിക്കലുമല്ല. ഒരു സ്ഥലത്തെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ എപ്പോഴും സ്റ്റേബിൾ അല്ല, അത് മാറും, അത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഒരു ടൈമിൽ ഉള്ള അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ തന്നെ ആവണമെന്നില്ല അടുത്തൊരു ടൈമിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ അത് ഒരു പ്ലേസിൽ തന്നെ ടൈംലി അത് മാറുന്ന ഒന്നാണ്. ഓക്കെ, ടൈം അനുസരിച്ചുള്ളത് മാറ്റം വരുന്ന ഒന്നാണ്. ഓക്കെ, ഇനി ഒരു സ്ഥലത്ത് അതേ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് തന്നെ ആയിരിക്കുമോ മറ്റൊരു സ്ഥലത്തും ഉണ്ടായിരിക്കുക? ഒരിക്കലുമല്ല. അതായത് പ്ലേസ് ടു പ്ലേസ് നമുക്ക് എന്ത് കാണാൻ പറ്റും? വെറൈറ്റി നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഒരേ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ആവണം എന്നില്ല. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്നു അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്നു, ഈ കേരളത്തിലുള്ള അതേ കാലാവസ്ഥ അല്ലെങ്കിൽ അതേ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ തന്നെ ആയിരിക്കുമോ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ജപ്പാനിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത്? അല്ലെങ്കിൽ നമുക്കിപ്പോൾ ജൂൺ മാസത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ചൂടും നമ്മൾ അനുഭവിക്കുന്ന മഴയും നമുക്കുണ്ടാകുന്ന മറ്റ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ആയിരിക്കുമോ നമുക്കൊരു ഡിസംബറിൽ ഉണ്ടായിരിക്കുക? അതായിരിക്കുമോ നമുക്ക് ഈ പറയുന്ന ഒരു മാർച്ചിലുണ്ടായിരിക്കുക? ഒരിക്കലുമല്ല. അപ്പോൾ ഇതിങ്ങനെ ഓരോ ടൈം അനുസരിച്ചിട്ട് മാറുന്ന ഒന്നാണ്, ഓരോ പ്ലേസ് അനുസരിച്ചിട്ടും മാറുന്ന ഒന്നാണ് അല്ലേ? കാര്യം ലോകത്തെ ഭൂമിയിൽ ഈ നമ്മുടെ എല്ലാ രാജ്യങ്ങളും എല്ലാ സ്ഥലങ്ങളും ഒരേ ലൊക്കാലിറ്റിയിലല്ലല്ലോ ഉള്ളത്. എല്ലാത്തിനും അതിൻ്റേതായ പ്ലേസസുകളിൽ, ഇപ്പോൾ നമുക്ക് ഫുട്ബോൾ വേൾഡ് കപ്പ് ആണെങ്കിൽ അമേരിക്കയിൽ നടക്കുന്ന ഫുട്ബോൾ വേൾഡ് കപ്പ് നമ്മൾ ഇവിടെ നിന്നിട്ട് നമ്മുടെ കേരളത്തിൽ നിന്നിട്ട് എത്ര മണിക്കാണ് കാണുന്നത് അല്ലേ? അത് അവരുടെ നാട്ടിലെ സമയവും നമ്മുടെ നാട്ടിലെ സമയവും വ്യത്യാസമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? നമ്മൾ നിൽക്കുന്ന ലൊക്കാലിറ്റിയിലല്ല അമേരിക്ക നിൽക്കുന്നത്. അപ്പോൾ ആ ലൊക്കാലിറ്റിയിൽ ഉണ്ടാകുന്ന അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ആയിരിക്കില്ല നമ്മുടെ ലൊക്കാലിറ്റിയിൽ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ടൈം അനുസരിച്ചിട്ടും അതുപോലെ തന്നെ പ്ലേസ് അനുസരിച്ചിട്ടും മാറ്റങ്ങൾ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മെയിനായിട്ട് ഓരോ സ്ഥലത്തെയും ടെമ്പറേച്ചർ, ഓരോ സ്ഥലത്തെയും പ്രഷർ, ഓരോ സ്ഥലത്തെയും വിൻഡ്, ഓരോ സ്ഥലത്തെയും ഹ്യൂമിഡിറ്റി, ഇതൊക്കെ എന്താണെന്ന് നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് പറയും. ടെമ്പറേച്ചർ എന്താണെന്നും പ്രഷർ എന്താണെന്നും വിൻഡ് എന്താണെന്നും ഹ്യൂമിഡിറ്റി എന്താണെന്നും ഒക്കെ നമ്മൾ ഈ പാഠത്തിലകത്ത് ഡിസ്കസ് ചെയ്യും. അപ്പം ഈ ഓരോ സ്ഥലത്തെയും ഈ പറയുന്ന ടെമ്പറേച്ചറിലും ഓരോ സ്ഥലത്തെയും പ്രഷറിലും ഓരോ സ്ഥലത്തെ വിൻഡിലും ഓരോ സ്ഥലത്തെ ഹ്യൂമിഡിറ്റിയിലും അതിനൊക്കെയാണ് നമ്മൾ കോമൺലി അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് എന്ന് വിളിച്ചത്. ഈ ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അത് മാറുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് ഓരോ സ്ഥലത്തിനനുസരിച്ച് മാറും, ഓരോ സമയത്തിനനുസരിച്ചിട്ടും മാറും. ഇനി they in turn are influenced by the amount of sunlight available there. ഇതിന് ഈ പ്രധാനമായിട്ട് ഇത് മാറുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇത് എന്തുകൊണ്ടാണ് ഇത് മാറുന്നത്? ഓരോ പ്രദേശത്തും ലഭിക്കുന്ന സൺലൈറ്റ്, സൂര്യപ്രകാശം എന്ന് പറയുന്നത് അതിൻ്റെ അവൈലബിലിറ്റിയിൽ അല്ലെങ്കിൽ അതിൻ്റെ എമൗണ്ടിൽ വ്യത്യാസമുണ്ട്. ഈ സൺലൈറ്റിൻ്റെ അവൈലബിലിറ്റിയിലുള്ള അല്ലെങ്കിൽ ആ സൺലൈറ്റിൻ്റെ ഈ പറയുന്ന എമൗണ്ട് എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല, ഒരേ അളവിലല്ല എല്ലായിടത്തും സൺലൈറ്റ് ലഭിക്കുന്നത്. സൺലൈറ്റിൻ്റെ ചില സ്ഥലങ്ങളിൽ സൺലൈറ്റ് കൂടുതൽ കിട്ടുന്നു, ചില സ്ഥലങ്ങളിൽ കുറച്ചാണ് കിട്ടുന്നത്. ഓക്കെ, ചില സമയത്ത് ചില സ്ഥലങ്ങളിൽ കൂടുതൽ കിട്ടുന്നു,
എന്നാൽ എല്ലാ സമയത്തും അതേ സ്ഥലത്ത് സൺലൈറ്റ് ഒരേ എമൗണ്ടിലല്ല കിട്ടുന്നത്. ഒരു ചില മാസങ്ങളിൽ കൂടുതൽ കിട്ടുന്നു, ചില മാസങ്ങളിൽ കുറച്ച് കിട്ടുന്നു, ചില സ്ഥലങ്ങളിൽ കൂടുതൽ കിട്ടുന്നു, ചില സ്ഥലങ്ങളിൽ കുറച്ച് കിട്ടുന്നു. അതായത് ഈ സൺലൈറ്റിൻ്റെ അവൈലബിലിറ്റി, അതിൻ്റെ ആ സൂര്യപ്രകാശത്തിൻ്റെ അളവ് ലഭിക്കുന്നത് എല്ലായിടത്തും ഒരുപോലെയല്ല. ഈ കാരണം കൊണ്ടാണ് അത് ടൈം അനുസരിച്ചിട്ടും പ്ലേസ് അനുസരിച്ചിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നത്, മാറുന്നത് എന്നാണ് പറയുന്നത്. എനിവേ, നമുക്ക് ഈ പറയുന്ന ടെമ്പറേച്ചറിനെയും പ്രഷറിനെയും വിൻഡിനെയും നമുക്ക് ഒരു പേരിട്ട് വിളിക്കാം. അതാണ് എലമെൻറ്റ്സ് ഓഫ് വെതർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എലമെൻറ്റ്സ് ഓഫ് വെതർ, വെതറിൻ്റെ ഘടകങ്ങൾ, വെതറിൻ്റെ എലമെൻറ്റ്സ്. എന്താണ് എലമെൻറ്റ്സ് ഓഫ് വെതർ എന്ന് നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളോട് ഉത്തരം എഴുതേണ്ടത്? ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ്, ഹ്യൂമിഡിറ്റി. ഈ കാര്യത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാറുള്ളത്? എലമെൻറ്റ്സ് ഓഫ് വെതർ എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ അപ്പോഴും നമ്മൾ എന്താണ് വെതർ എന്ന് പഠിച്ചിട്ടില്ല. ശരിക്കും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതാ ഈ രണ്ടാമത്തെ പേജ്, അതായത് നമ്മുടെ ഈ പറയുന്ന പാഠത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ പറയുന്ന വെതർ എന്താണെന്നും ക്ലൈമറ്റ് എന്താണെന്നും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷമായിരിക്കണം നമ്മൾ ശരിക്കും ഇത് വായിക്കേണ്ടത്. ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു ഓർഡറിൽ വായിച്ചത് കൊണ്ടാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവാതെ വരും. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ആദ്യം ഒന്ന് ദഹിക്കാതിരിക്കുന്നത്. എനിവേ, നമ്മളിവിടെ പറഞ്ഞത് എലമെൻറ്റ്സ് ഓഫ് വെതറാണ്. എന്താണ് എലമെൻറ്റ്സ് ഓഫ് വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തെ ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ്, ഹ്യൂമിഡിറ്റി, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എലമെൻറ്റ്സ് ഓഫ് വെതർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എലമെൻറ്റ്സ് ഓഫ് വെതറിൽ മാറ്റങ്ങൾ ഉണ്ടാവുമോ? ഉണ്ടാവും. എന്തുകൊണ്ട്? ഓരോ നാട്ടിലും കിട്ടുന്ന സൺലൈറ്റിൻ്റെ അളവിൽ, ഓരോ ടൈമിലും കിട്ടുന്ന സൺലൈറ്റിൻ്റെ അളവിൽ, ഓരോ സ്ഥലത്ത് കിട്ടുന്നതും ഒരു സ്ഥലത്ത് തന്നെ വ്യത്യസ്ത ടൈമുകളിൽ കിട്ടുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് എലമെൻറ്റ്സ് ഓഫ് വെതറിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. മനസ്സിലായോ? ഇതാണ് നമ്മൾ ഈ പാഠത്തിൻ്റെ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം. എനിവേ, വെതർ, ക്ലൈമറ്റ്, അതിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. വെതറും ക്ലൈമറ്റും ഒരേ ആശയമാണോ? ഒരിക്കലുമല്ല. നമ്മൾ പലപ്പോഴും മലയാളത്തിൽ നമ്മൾ കാലാവസ്ഥ എന്നൊക്കെ പറയും. ശരിക്ക് മലയാളത്തിനേക്കാൾ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഇംഗ്ലീഷിൽ അതിന് 2 വാക്കുകളുണ്ട്, വെതർ എന്നും ക്ലൈമറ്റ് എന്നും. മലയാളത്തിൽ വെതറിനെ നമ്മൾ ദിനാന്തരീക്ഷ സ്ഥിതി എന്നും പറയും, ക്ലൈമറ്റിനെ നമ്മൾ കാലാവസ്ഥ എന്നും പറയും. പക്ഷേ പൊതുവേ ദിനാന്തരീക്ഷ സ്ഥിതി, ഇപ്പോഴത്തെ ദിനാന്തരീക്ഷ സ്ഥിതി എന്താണ് എന്ന് നമ്മൾ ഒരിക്കലും ആരോട് ചോദിക്കാറില്ല. എന്താ ഇപ്പോഴത്തെ ക്ലൈമറ്റ്, നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയുണ്ട് ക്ലൈമറ്റ്, അങ്ങനെയല്ലേ ചോദിക്കുക. അപ്പോൾ പൊതുവേ ഇംഗ്ലീഷിൽ പഠിക്കുന്ന നിങ്ങൾക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് രണ്ടിനും 2 ടേം ഉണ്ട് എന്നുള്ളതാണ്, വെതറിനും ക്ലൈമറ്റിനും. ഇപ്പോഴും ഞാൻ എന്താണ് വെതർ എന്നും എന്താണ് ക്ലൈമറ്റ് എന്നും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടില്ല. നമുക്ക് നോക്കാം എന്താണ് വെതർ, എന്താണ് ക്ലൈമറ്റ് എന്ന്. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് such as temperature, pressure, wind, humidity and precipitation for a shorter period of time are termed as weather. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഷോർട്ടർ പീരീഡ് ഓഫ് ടൈം എന്നുള്ളതാണ്. അതായത് ഒരു ചെറിയ കാലയളവിൽ ഒരു പ്രദേശത്ത് ഒരു ചെറിയ കാലയളവിൽ, ഒരു ഷോർട്ടർ പീരീഡ് ഓഫ് ടൈമിൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടെമ്പറേച്ചർ, അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ, അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന വിൻഡ്, അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഹ്യൂമിഡിറ്റി, അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രസിപ്പിറ്റേഷൻ എന്താണെന്ന് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കും. പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മഞ്ഞ് പെയ്യുന്നതാവാം, മഴ പെയ്യുന്നതാവാം, അങ്ങനെയുള്ള ക്ലൗഡ്സിൽ നിന്ന് താഴോട്ടേക്ക് ഭൂമിയിലോട്ടേക്ക് പെയ്യുക എന്നർത്ഥം വരുന്നതാണ് പ്രസിപ്പിറ്റേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന റെയിൻഫോൾ എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് പ്രസിപ്പിറ്റേഷനാണ്. എനിവേ, അതിലേക്ക് നമുക്ക് പിന്നെ വരാം. എന്തായാലും പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുമ്പോൾ പെയ്യുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഒരു സ്ഥലത്തെ ടെമ്പറേച്ചർ, ആ സ്ഥലത്തെ പ്രഷർ, ആ സ്ഥലത്തെ വിൻഡ്, ആ ഒരു സ്ഥലത്തെ ഹ്യൂമിഡിറ്റി, ആ സ്ഥലത്തെ പ്രസിപ്പിറ്റേഷൻ, ഇതൊക്കെ ആ സ്ഥലത്തെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ആണല്ലോ. ഒരു ഷോർട്ടർ പീരീഡ് ഓഫ് ടൈമിലുള്ള ഈ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസിനെ വിളിക്കുന്ന പേരാണ് വെതർ. അതായത് ഒരു ചെറിയ കാലയളവിൽ, നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഷോർട്ടർ പീരീഡ് ഓഫ് ടൈമിൽ, ഒരു ചെറിയ കാലയളവിൽ ഒരു സ്ഥലത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ആയിട്ടുള്ള ടെമ്പറേച്ചറിനെയും പ്രഷറിനെയും വിൻഡിനെയും ഹ്യൂമിഡിറ്റിയെയും പ്രസിപ്പിറ്റേഷനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് വെതർ എന്ന്. എന്നാൽ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണോ? ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എന്ത് വ്യത്യാസമാണുള്ളത്? വെതർ എന്താണെന്ന് ഇപ്പോൾ നമുക്ക് പറഞ്ഞു, ഒരു ഷോർട്ടർ പീരീഡ് ഓഫ് ടൈമിലാണ്. ഓക്കെ, ഇനി
വെതർ എന്ന് പറഞ്ഞ കാര്യത്തിൽ നിന്നും ക്ലൈമറ്റ് എന്ന് പറയുന്ന കാര്യം എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് നോക്കിക്കഴിഞ്ഞാൽ, ദ ആവറേജ് വെതർ കണ്ടീഷൻ എക്സ്പീരിയൻസ്ഡ് ഫോർ എ ലോങ്ങർ പീരീഡ് ഓവർ എ ലാർജർ ഏരിയ ഈസ് ടേംഡ് ആസ് ദ ക്ലൈമറ്റ്. ഓക്കെ, ഇതാണ് ക്ലൈമറ്റിൻ്റെ വ്യത്യാസം. ക്ലൈമറ്റിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാ ആവറേജ് വെതർ കണ്ടീഷൻ. രണ്ടാമത് എ ലോങ്ങർ പീരീഡ് ഓവർ എ ലാർജർ ഏരിയ. വെതർ പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഒരു പ്രദേശത്ത് ഒരു ചെറിയ കാലയളവിൽ ഒരു ഷോർട്ടർ പീരീഡ് ഓഫ് ടൈമിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടെമ്പറേച്ചറിനെയും പ്രഷറിനെയും വിൻഡിനെയും ഹ്യൂമിഡിറ്റിയെയും പ്രസിപ്പിറ്റേഷനും ഒക്കെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്, വെതർ എന്ന് വിളിച്ചതെങ്കിൽ, ഒരു ലാർജർ ഏരിയയിൽ ഒരു വലിയ പ്രദേശത്ത് ഒരു വലിയ ഏരിയയിൽ ഒരു ലോങ്ങർ പീരീഡിലേക്ക്, ഒരു കുറച്ചും കൂടെ ഈ ഷോർട്ടർ ടൈമിലേക്ക്, കുറച്ച് കാലയളവിലല്ല, അതൊരു ലോങ്ങർ പീരീഡ്, കുറച്ച് കാലത്തേക്ക് ഏത് വെതർ കണ്ടീഷനാണോ നിൽക്കുന്നത്, ആ വെതർ കണ്ടീഷനെ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് കുറച്ച് കാലമായിട്ട് നല്ല ചൂടാണ്, ഓക്കെ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കുറച്ച് കാലമായിട്ട് അവിടെ നല്ലോണം മഴ പെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, നല്ല മഞ്ഞ് വീഴുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. അത് ഒരു ഷോർട്ടർ പീരീഡ്, 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയിലോ ഉള്ള കാര്യമല്ല, കുറച്ച് കാലമായിട്ട്, കുറച്ച് മാസങ്ങളായിട്ട് അവിടെ അത് തന്നെയാണ്. ഒരു കുറച്ച് മാസങ്ങളായിട്ട് അവിടുത്തെ ടെമ്പറേച്ചർ നോക്കുമ്പോൾ, ആവറേജ് ടെമ്പറേച്ചർ നോക്കുമ്പോൾ കൂടുതലാണ്, അല്ലെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചർ നോക്കുമ്പോൾ അവിടെ കുറവാണ്. ഒന്നെങ്കിൽ നല്ല കുറച്ച് മാസങ്ങളായിട്ട് അവിടെ ചൂട് കൂടുതലാണ്, ഹോട്ട് കൂടുതലാണ്, അല്ലെങ്കിൽ അവിടെ കോൾഡ് ആണ് കൂടുതൽ, അല്ലെങ്കിൽ അവിടുത്തെ പ്രഷറിൽ വേരിയേഷൻസ് ഉണ്ട്. കുറച്ച് കാലങ്ങളായിട്ട് നല്ല പ്രഷറുണ്ട്, അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് പ്രഷറേ ഉള്ളൂ, അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് അവിടെ അത്യാവശ്യം കാറ്റ് വീശുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാറ്റ് വളരെ കുറവാണ്, അവിടുത്തെ ഹ്യൂമിഡിറ്റി കുറച്ച് കാലങ്ങളായിട്ട് കൂടുതലാണ്, അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് വളരെ കുറവാണ്. അപ്പോൾ ഒരു സ്ഥലത്തെ ഈ പറഞ്ഞ വെതറിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ എലമെൻറ്റ്സ് ഓഫ് വെതർ എന്ന് പറഞ്ഞ കാര്യത്തിൽ ഉണ്ടായിരുന്ന ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ്, ഹ്യൂമിഡിറ്റി, പ്രസിപ്പിറ്റേഷനൊക്കെ നമ്മൾ അതിൻ്റെ ഒരു ആവറേജ് എടുക്കും, എന്നിട്ട് അത് കൂടുതലാണോ കുറവാണോ എന്ന് നോക്കും. അപ്പോൾ ഒരു ലോങ്ങർ പീരീഡിൽ, കുറച്ച് കാലത്തേക്ക്, കുറച്ച് മാസങ്ങൾ ഒരു ലാർജർ ഏരിയയിൽ, ഒരു വലിയ പ്രദേശത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ ക്ലൈമറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, ക്ലൈമറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം എന്താണ് വെതറും ക്ലൈമറ്റും തമ്മിലുള്ള വ്യത്യാസം? വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ടർ പീരീഡിൽ, ഇന്ന് ചിലപ്പം ചൂട് കൂടുതലാവും, നാളെ ചിലപ്പം ചൂട് കുറവായിരിക്കും, മറ്റന്നാൾ ചിലപ്പോൾ വേറെ ചൂടാവാം, അല്ലെങ്കിൽ ഇന്ന് ചിലപ്പോൾ കാറ്റ് വീശി ഉണ്ടാകും, നാളെ ചിലപ്പോൾ കാറ്റ് കുറവായിരിക്കും, ഇന്നത്തെ പ്രഷർ ആയിരിക്കില്ല നാളത്തെ പ്രഷർ, അല്ലെങ്കിൽ ഇന്നത്തെ ഹ്യൂമിഡിറ്റി ആയിരിക്കില്ല നാളത്തെ ഹ്യൂമിഡിറ്റി, ഇന്ന് ചിലപ്പോൾ മഴ പെയ്തു, 3-4 ദിവസത്തിന് മഴ പെയ്യുന്നില്ല. ഇതാണ് നമ്മൾ വെതറായിട്ട് കാണുന്നത്. പക്ഷേ അതൊരു ചെറിയൊരു പ്രദേശത്തായിരിക്കും. ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെയിലി നമ്മൾ ന്യൂസ് റിപ്പോർട്ടുകളിൽ വെതർ കണ്ടീഷൻ പറയാറുണ്ട്, അല്ലേ? അതായത് തിരുവനന്തപുരം ഇത്ര ഡിഗ്രി സെൽഷ്യസ്, മലപ്പുറം ഇത്ര ഡിഗ്രി സെൽഷ്യസ്, കോഴിക്കോട് ഇത്ര ഡിഗ്രി സെൽഷ്യസ്, എറണാകുളം ഇത്ര ഡിഗ്രി സെൽഷ്യസ് എന്നിങ്ങനെ പറയാറില്ലേ? അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഓരോ ദിവസത്തെയും വെതറിൽ മാറ്റമുണ്ട് എന്നുള്ളതുകൊണ്ടാണ്, അല്ലേ? പക്ഷേ ഇപ്പോൾ ചൂടാണ്, ആ ചൂട് ഡെയിലി മാറിക്കൊണ്ടിരിക്കാം. അതായത് നമുക്ക് വെതറിൽ മാറ്റം വരാം, പക്ഷെ കുറച്ച് കാലമായിട്ട് ഒരേ ചൂട് തന്നെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ദിവസം 29 ഡിഗ്രി സെൽഷ്യസ്, ഒരു ദിവസം 30 ഡിഗ്രി സെൽഷ്യസ്, വേറൊരു ദിവസം 31 ഡിഗ്രി സെൽഷ്യസ്, മറ്റൊരു ദിവസം വീണ്ടും 30 ഡിഗ്രി സെൽഷ്യസ്, വേറൊരു ദിവസം വീണ്ടും 29 ഡിഗ്രി സെൽഷ്യസ്. ഇങ്ങനെ താപനില, ടെമ്പറേച്ചർ നോക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഓരോ ഡെയിലി മാറുന്നുണ്ട്. അപ്പോൾ വെതർ എന്ന് പറഞ്ഞാൽ ഡെയിലി മാറും. പക്ഷേ ഇവിടെ ഇതിൻ്റെ മൊത്തം ആവറേജ് എടുത്ത് നോക്കുമ്പോൾ കുറച്ച് ഒരു മാസങ്ങളായിട്ട് അവിടെ ചൂട് തന്നെയാണ്. ഇത് 13 അല്ലെങ്കിൽ 15 ഒന്നും താഴ്ന്നിട്ടില്ല. ഏതാണ്ട് ഇവിടെ എപ്പോഴും ചൂട് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ എന്തെന്ന് പറയാം? ആ സ്ഥലത്ത് ഇപ്പോൾ ചൂട് കാലമാണ് എന്ന് പറയാം. ഓക്കെ, ഇനി പ്രസിപ്പിറ്റേഷൻ വെച്ച് നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് മഴ പെയ്യുന്നുണ്ട്. ഇന്ന് മഴ പെയ്തു, നാളെ മഴ പെയ്യുന്നില്ല, പിന്നെ 2 ദിവസത്തിന് മഴ പെയ്തില്ല, പിന്നെ വേറൊരു ദിവസം മഴ പെയ്തു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡെയിലി ചേഞ്ചസ് ഉണ്ട്. പക്ഷേ ഇന്ന് മഴ പെയ്തു, നാളെ മഴ പെയ്തു, മറ്റന്നാൾ മഴ പെയ്തു. അപ്പോൾ കുറച്ച് മാസങ്ങളായി നോക്കുമ്പോൾ നമ്മൾ അവിടെ മഴയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പ്രസിപ്പിറ്റേഷൻ നോക്കുമ്പോൾ അവിടെ കൂടുതലാണ്. അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ മഴക്കാലം എന്ന് പറയാം. അപ്പോൾ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ബേസിക്കലി? അത് കുറച്ച്
കുറച്ച് കാലം, കുറച്ച് മാസങ്ങൾ നീണ്ടു നിൽക്കും. ഓക്കെ, മറ്റേത് കുറച്ച് ഒരു ദിവസത്തെ ഒരു ആയുസേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ദ ക്ലൈമറ്റ് ഓഫ് എ പ്ലേസ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ കൺസിഡറിങ് ദ വെതർ കണ്ടീഷൻ ഓഫ് എബൌട്ട് 35 to 40 years. ഒരു സ്ഥലത്തെ ക്ലൈമറ്റ് നമ്മൾ നിശ്ചയിക്കുന്നത് നമ്മുടെ ലാസ്റ്റ് ഈ സ്ഥലത്ത് കഴിഞ്ഞ 35 മുതൽ 40 വർഷം വരെ, കഴിഞ്ഞ 35 to 40 years ഇതിനിടയിൽ ചില ഓരോ മാസങ്ങളിലും അല്ലെങ്കിൽ ഇന്ന മാസങ്ങളിൽ എന്ത് വെതർ കണ്ടീഷനാണ്. ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ജൂൺ മുതൽ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ കഴിഞ്ഞ 35 മുതൽ 40 വർഷം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ മഴയാണ്, ഇവിടുത്തെ വെതർ കണ്ടീഷൻ മഴയാണെന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ഓക്കെ, ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ജൂൺ ടു സെപ്റ്റംബർ എന്താണ്, റെയിനി സീസണാണ്. മനസ്സിലായോ? അപ്പോൾ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ സീസണാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 35 to 40 years എടുക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ഡിസംബർ ടു ഒരു ഫെബ്രുവരി ലാസ്റ്റ് വരെ നമുക്ക് ഇന്ത്യയിൽ മൊത്തം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കിവിടെ നല്ല കോൾഡാണ് അല്ലെങ്കിൽ നമുക്ക് നല്ല തണുപ്പാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ അവിടുത്തെ വെതർ കണ്ടീഷൻ കഴിഞ്ഞ 35-40 വർഷത്തെ നമ്മളുടെ ഒരു വെതർ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ ഈ പറഞ്ഞ മാസക്കാലയളവിൽ ഡിസംബർ ടു ഫെബ്രുവരി ലാസ്റ്റ് വരെ നമുക്ക് തണുപ്പാണെങ്കിൽ നമുക്ക് പറയാം ഈ മാസക്കാലയളവിൽ നമ്മുടെ ക്ലൈമറ്റ് എന്താണ്, വിൻ്ററാണ് അല്ലെങ്കിൽ തണുപ്പ് കാലമാണെന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പറയുകയാണ് കഴിഞ്ഞ 40 വർഷമായിട്ട് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ, ഇന്ത്യ എന്ന് പറയുന്ന ലാർജർ ഏരിയ ആണല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ജില്ലയോ അല്ലെങ്കിൽ ഒരു താലൂക്കോ ഒന്നല്ല എടുക്കുന്നത്, നമ്മളൊരു ലാർജർ ഏരിയ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു 35-40 വർഷമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലാ ഒരു മാർച്ച് തൊട്ട് ഒരു മെയ് അവസാനം വരെയൊക്കെ നമുക്ക് എന്താണ്, നമുക്ക് എപ്പോഴും ചൂടാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ക്ലൈമറ്റ് മാർച്ച് ടു മെയ് എന്താണ്, നമ്മുടെ ക്ലൈമറ്റ് കുറച്ചും കൂടെ സമ്മർ സീസണാണ്. അതായത് സമ്മർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ വെയിലുള്ള വേനൽക്കാലമാണ് എന്ന് പറയാം. അപ്പോൾ നമ്മളൊരു സ്ഥലത്തെ ക്ലൈമറ്റ് കൺസിഡർ ചെയ്യുന്നത് എപ്പോഴും എന്തിൻ്റെ ബേസിസിലാണ്, അവസാനത്തെ ഒരു 40 വർഷത്തെ കണക്കെടുക്കുമ്പോൾ ഈ പർട്ടിക്കുലർ മാസങ്ങളിൽ എന്താണ്, ചൂട് കൂടുതലാണോ ചൂട് കുറവാണോ, തണുപ്പ് കൂടുതലാണോ തണുപ്പ് കുറവാണോ, മഴ പെയ്യുന്നുണ്ടോ മഴ പെയ്യുന്നില്ല, ഇത് ആ വെതർ കണ്ടീഷൻസ് നോക്കിയിട്ട് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം. അടുത്ത കൊല്ലം ഇന്ന മാസമാകുമ്പോൾ ഇതാവും വരിക, ഇന്ന മാസമാകുമ്പോൾ തണുപ്പാവും വരിക, ഇന്ന മാസങ്ങളിൽ ചൂടാവും, ഇന്ന മാസങ്ങളിൽ മഴയാകും എന്ന് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. അപ്പോൾ അത് ലോങ് ടേമിലുള്ള നമ്മളൊരു കാൽക്കുലേഷനാണ്. അപ്പം ഇനി ക്ലൈമറ്റിൽ മാറ്റങ്ങൾ വരാം അല്ലേ, ക്ലൈമറ്റിൽ മാറ്റങ്ങൾ വരാം. അതായത് നമ്മൾ പറഞ്ഞ മാസങ്ങളിൽ എന്താണ് ഇപ്പോൾ കുറേ ഒരു 30-35 അല്ലെങ്കിൽ 40 വർഷമായിട്ട് നമ്മൾ പറഞ്ഞ മാസങ്ങളിൽ തണുപ്പ് വരുന്നില്ല, തണുപ്പിന് പകരം ചൂടാണ് വരുന്നത്. ചൂട് എത്തേണ്ട മാസങ്ങളിൽ തണുപ്പാണ് വരുന്നത്, അല്ലെങ്കിൽ ആ സമയത്ത് മഴയാണ് പെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെതറും ക്ലൈമറ്റും രണ്ട് ആശയങ്ങളാണ്. വെതർ നമ്മൾ ഡെയിലി ബേസിസിലാണ് കണക്കാക്കുന്നതെങ്കിൽ, ഷോർട്ടർ പീരീഡിലാണ് കണക്കാക്കുന്നതെങ്കിൽ, ഈ ഷോർട്ടർ പീരീഡിലുള്ള അല്ലെങ്കിൽ ഡെയിലി ബേസിസിൽ കണക്കാക്കുന്നതിൻ്റെ മൊത്തത്തിൽ ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ അത് ഏതാണ് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ക്ലൈമറ്റ് നിശ്ചയിക്കുക. അത് ലാസ്റ്റ് ഒരു 30 to 40 ഇയേഴ്സിൻ്റെ ഒരു കണക്ക് സെയിം പീരീഡിൽ എന്താണ് എന്നുള്ളത് നോക്കിയിട്ടാണ് പറയുക. The climatic conditions of any place is determined to the diverse flora and fauna as well as human life of the place. ഓരോ സ്ഥലത്തിൻ്റെയും ഓരോ പ്രദേശത്തിൻ്റെയും വളരെ വൈവിധ്യങ്ങളായ, അതായത് ഡൈവേഴ്സ് ഫ്ലോറ ആൻഡ് ഫോണ, വ്യത്യസ്ത സസ്യജന്തുജാലങ്ങൾ ഉണ്ടാകുന്നതിനും, ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറഞ്ഞാൽ സസ്യജന്തുജാലങ്ങൾ ഉണ്ടാകുന്നതിനും അവിടുത്തെ ഹ്യൂമൻ ലൈഫ് ഡെവലപ്പ് ചെയ്യുന്നതിനും ഒക്കെ ആ ഓരോ നാട്ടിലെയും ക്ലൈമാറ്റിക് കണ്ടീഷൻസ് വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ചെടികൾ, നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന മരങ്ങൾ, നമ്മുടെ നാട്ടിൽ നമ്മൾ എല്ലാം കഴിക്കുന്ന ആഹാരം അല്ലേ, അരിയാണ് നമ്മൾ കഴിക്കുന്നത്, അരി ആഹാരമാണ് കഴിക്കുന്നത്. പിന്നെ നമ്മൾ ധരിക്കുന്ന വസ്ത്രധാരണ രീതികൾ അല്ലേ, ഡ്രസ്സിങ് സ്റ്റൈൽ, ഇതൊക്കെ എന്തിൻ്റെ ബേസിസിലാണ്, നമ്മുടെ ക്ലൈമറ്റിൻ്റെ ബേസിസിലാണ്. നിങ്ങളൊരു യൂറോപ്പിനെ നോക്കി നോക്കൂ, അവർ കാണാം അവിടെ ഓവർ ജാക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് നടക്കുന്നത്. കാര്യം എന്താ, അവർക്ക് കുറച്ചുകൂടെ തണുപ്പുള്ള നാടുകളാണ്, അവരുടെ ക്ലൈമറ്റ് അധികവും തണുപ്പാണ്. ഇനി അവർ കഴിക്കുന്നത് അധികവും വീറ്റാണ്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലും വീറ്റാണ് അധികം കഴിക്കുന്നത്, നെല്ലല്ല, അരിയല്ല കഴിക്കുന്നത്.
കാര്യം എന്താ, വീറ്റ് കഴിക്കാൻ കാരണം അവരുടെ നാട്ടിലെ ക്ലൈമറ്റിനനുസരിച്ച് അവർക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത് വീറ്റാണ്. നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് അനുസരിച്ച് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത് റൈസ്, പാഡി കൾട്ടിവേഷനാണ്. അപ്പോൾ ഓരോ നാട്ടിലെ ഓരോരുത്തരുടെ ഹ്യൂമൻ ലൈഫിനെ ആണെങ്കിലും അവിടുത്തെ ഫ്ലോറ ആൻഡ് ഫോൺ, അവിടെ ഉണ്ടാകുന്ന സസ്യജന്തുജാലങ്ങളെ ആണെങ്കിലും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, നിർണ്ണയിക്കുന്നത് എന്താണ്, അതാത് നാടുകളിലെ ക്ലൈമറ്റാണ്. ഇപ്പോൾ നിങ്ങൾ ആർട്ടിക് റീജിയൻസിൽ നിങ്ങൾക്ക് ആരെ കാണാം? പോളാർ ബിയറിനെ കാണാം അല്ലേ, അല്ലെങ്കിൽ പെൻഗ്വിൻസിനെ കാണാം. ഇതെന്തുകൊണ്ടാണ്? അത് നമ്മുടെ നാട്ടിൽ അതിനെ കാണാൻ വേണ്ടി പറ്റുമോ? കാണാൻ വേണ്ടി പറ്റില്ല. കാര്യം നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രം ജീവിക്കാൻ പറ്റുന്ന ജീവികൾ, നല്ല ചൂടുള്ള സ്ഥലങ്ങളിൽ മാത്രം ജീവിക്കാൻ പറ്റുന്ന ജീവികൾ, അവിടെ വളരുന്ന സസ്യജാലങ്ങൾ, ഇങ്ങനെ മാറ്റങ്ങൾ വരും. ദ ഇൻഫ്ലുവൻസ് ഓഫ് ക്ലൈമാറ്റിക് എലമെൻറ്റ്സ് ഈസ് എവിഡൻറ്റ് നോട്ട് ഓൺലി ഇൻ ദ ഫുഡ് ഹാബിറ്റ്സ്. നമ്മുടെ ഭക്ഷണ രീതിയിൽ നമ്മൾ എന്ത് കഴിക്കണം, നമ്മുടെ ഡ്രസ്സിങ്, നമ്മുടെ സെറ്റിൽമെൻറ്റ്, നമ്മൾ ഓരോ ക്ലൈമറ്റിനനുസരിച്ച് നമ്മൾ അതത് നാട്ടിലെ ക്ലൈമറ്റിനനുസരിച്ച വീടുകൾ, അതനുസരിച്ചുള്ള വീടുകളുടെ ഷേപ്പാണ്, ആർക്കിടെക്ചറൽ ടൈപ്പ് വീടുകളാണ് നമ്മൾ വെക്കുക. നമുക്ക് ഓരോ ക്ലൈമറ്റിനനുസരിച്ച വീടുകളുടെ മോഡലുകളാണ് നമുക്കുണ്ടാവുക. ആൻഡ് ഒക്യുപ്പേഷൻ, അതത് ക്ലൈമറ്റിനനുസരിച്ച ജോലികളാണ് ഓരോരുത്തരും തിരഞ്ഞെടുക്കുക. ബട്ട് ഓൾസോ ഇൻ ദ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ കണ്ടീഷൻസ് ആൻഡ് ഇൻ ദ കളർ ആൻഡ് റേസ് ഓഫ് മാൻകൈൻഡ് ആസ് വെൽ. ഓരോ മനുഷ്യൻ്റെയും ഈ പറയുന്ന ഫിസിക്കൽ കണ്ടീഷൻസിനെയും മെൻ്റൽ കണ്ടീഷൻസിനെയും വരെ ആര് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ക്ലൈമറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഓരോ ബോഡി ലാംഗ്വേജ് നിങ്ങൾ നോക്കി നോക്കൂ. നമ്മുടെ ഇന്ത്യൻസിൻ്റെ ഒരു ബോഡി ഷേപ്പ് അല്ലല്ലോ യൂറോപ്യൻസിനുള്ളത്, അതല്ലല്ലോ ആഫ്രിക്കൻസിനുള്ളത്. അപ്പോൾ അത് ഓരോ അതത് നാട്ടിലെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഓരോ നാട്ടിലെ ആളുകളുടെയും നിറം അല്ലേ. ഇപ്പോൾ യൂറോപ്യൻസിൻ്റെ നിറം വൈറ്റ്സ്, ഇന്ത്യൻസും അല്ലെങ്കിൽ നമ്മളെ ഏഷ്യൻസിനൊക്കെ നമ്മൾ പൊതുവെ ഇന്ത്യൻസിനെ ബേസിക്കലി നമ്മൾ ബ്ലാക്സ് എന്നാണ് വിളിക്കുക. ആഫ്രിക്കൻസ് ബ്ലാക്സ് ആണ്, അമേരിക്കൻസ് വൈറ്റ്സ് ആണ്. അപ്പോൾ ഇതെന്തുകൊണ്ട്? അത് ആ നാട്ടിലെ കിട്ടുന്ന ക്ലൈമറ്റിനനുസരിച്ചിട്ടാണ് ഓരോ നാട്ടിലെ ആളുകളുടെ നിറം ഡെവലപ്പ് ചെയ്യുന്നത്. റേസ് എന്ന് പറഞ്ഞാൽ ഓരോ വംശങ്ങൾ, നമ്മൾ പല വംശങ്ങളായ മംഗ്ലോയിഡ്, അങ്ങനെയൊക്കെ ഇപ്പോൾ നിങ്ങൾ അത്തരം ഡീറ്റെയിലേക്ക് പോകണം. നമ്മൾ മംഗ്ലോയിഡ്, നെഗ്രിറ്റോ, ഇങ്ങനെയൊക്കെയുള്ള പല റേസുകളാണ് നമ്മളുള്ളത്. മനുഷ്യനെ ഡിഫറെൻറ്റ് റേസുകളാക്കി വെച്ചിട്ടുണ്ട്. ദ്രവീഡിയൻസ്, ഇപ്പോൾ നമ്മൾ ഇന്ത്യൻസൊക്കെ ദ്രവീഡിയൻ റേസിൽപ്പെടുന്ന ആൾക്കാരാണ്. അപ്പം അത് ഡെവലപ്പ് ചെയ്യുന്നു വരുന്നതൊക്കെ എന്താണ്, ഏതിൻ്റെ ബേസിസിലാണ്? ഈ പറയുന്ന ഫിസിക്കൽ കണ്ടീഷൻസ്. ഇപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത്. മെൻ്റൽ കണ്ടീഷൻസ്, നമ്മൾ ചൂടുള്ള കാലത്ത് നമുക്ക് പൊതുവേ നമുക്കൊരു ചൂട് ഇറിറ്റേഷൻ വരാറുണ്ട്. തണുപ്പുള്ളപ്പോൾ നമ്മൾ വളരെ ഗ്ലൂമി ആയിട്ട് ഇരിക്കാറുണ്ട് അല്ലേ. അത് മാത്രമല്ല, ചിലപ്പം ഓരോ നാട്ടിലെ ആളുകളുടെയും അപ്രോച്ച്, ഓരോ കാര്യങ്ങളോട് എടുക്കുന്ന അപ്രോച്ച്, മെൻ്റൽ രീതികൾ, കാണുന്ന രീതികൾ ഒക്കെ എന്താണ്, ഈ പറയുന്ന ക്ലൈമറ്റ് ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് വേൾഡ് ഓവർ മെയിൻലി കറസ്പോണ്ട് ടു ദ ക്ലൈമാറ്റിക് കണ്ടീഷൻസ്. ഓരോ നാട്ടിലും നമ്മൾ എന്ത് കൃഷി ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ നമ്മൾ അധികവും എന്താണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്? പാഡി കൾട്ടിവേഷൻ. റൈസ് ആണെങ്കിൽ വേറെ സ്ഥലങ്ങളിൽ വീറ്റാണ്, വേറെ സ്ഥലങ്ങളിൽ ബാർലി ആണ്, ഇതൊന്നും അല്ലാത്ത സ്ഥലങ്ങളിൽ ബജ്ര, ജോവർ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഗ്രികൾച്ചർ പ്രാക്ടീസസുകളാണ്, കൃഷി രീതികളാണ്, ക്രോപ്സുകളാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഓരോ സ്ഥലത്തും നല്ല മഴ അല്ലെങ്കിൽ നല്ല വെള്ളം കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ ചെയ്യുന്ന കൃഷി വേറെ ആയിരിക്കും, അവിടേക്ക് നമ്മൾ ചെയ്യുന്ന കൃഷി രീതികൾ വേറെ ആയിരിക്കാം. എന്നാൽ വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളിൽ വേറെ രൂപത്തിലായിരിക്കാം നമ്മൾ കൃഷി ചെയ്യുന്നുണ്ടായിരിക്കുക. വെള്ളം ഒട്ടും കിട്ടാത്ത സ്ഥലങ്ങളിൽ വേറെ രൂപത്തിലായിരിക്കും കൃഷി ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അഗ്രികൾച്ചർ പ്രാക്ടീസസുകൾ വരെ ഈ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. വെദർ ഹാസ് ഓൾവേസ് ബീൻ an influential factor right from the early marine voyages which revolutionized the world history to the modern transport and communication systems. പണ്ടുകാലത്ത് ഈ മറൈൻ വോയേജേഴ്സ്, അതായത് ഈ കടൽ മാർഗം പായക്കപ്പലുകളിൽ സഞ്ചരിച്ചിരുന്ന ആൾക്കാർ, അവരാണ് ശരിക്കും ആദ്യമായിട്ട് വെതർ കണ്ടീഷൻസിനെ പറ്റിയിട്ട്, ഓരോ സ്ഥലത്തെയും വെതറിനെ പറ്റിയിട്ട് പഠിച്ചത്. കടലിലെ വെതറല്ല കരയിലുണ്ടായിരിക്കുക, കടലിൽ നിന്ന് ഇത്ര ദൂരത്തുള്ള വെതറല്ല കടലിൻ്റെ ഇന്ന ഭാഗങ്ങളിൽ ഉണ്ടായിരിക്കുക. ഓരോ റീജിയനിലെത്തുമ്പം വെതർ മാറുന്നുണ്ട്. അപ്പോൾ ഈ വെതർ നോക്കിയിട്ടാണ് പണ്ട് പായക്കപ്പലുകളിൽ ഈ മറൈൻ വോയേജേഴ്സ്, അത് പായക്കപ്പലുകളിൽ സഞ്ചരിച്ചിരുന്ന ആൾക്കാർ, യാത്രികർ കണ്ടെത്തിയിരുന്നത്. അത് വെച്ചിട്ടാണ് അവർ ലോകത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ചത്. ഇന്ന് നമ്മൾ കാണുന്ന വ്യത്യസ്തമായിട്ടുള്ള ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്കും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസിലേക്കൊക്കെ ഈ വെതറിനെ പറ്റിയിട്ട് ഈ പറഞ്ഞ പഴയ യാത്രികർ നൽകിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മനസ്സിലാക്കിയെടുത്തതെന്നാണ് പറയുന്നത്. Let's have a detailed overview on the elements of weather and climate being influential on every human activity on the earth. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൻ്റെ വളരെ തുടക്കമാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ എന്താണ് എലമെൻറ്റ്സ് ഓഫ് വെതർ, എന്താണ് വെതർ,
എന്താണ് ക്ലൈമറ്റ്, ഇത്രയും കാര്യങ്ങളാണ്. പ്ലസ് എങ്ങനെയൊക്കെയാണ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് നമ്മളെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, നമ്മുടെ ലൈഫിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്ന് പറയുന്ന ഇത്രയും ഭാഗങ്ങളാണ്. ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ നോട്ടീസ് ചെയ്യേണ്ടതുള്ളൂ. നിങ്ങളൊരു പാഠത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് കിടക്കുന്നത് കൊണ്ടാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രൂപത്തിൽ ഈ പാഠത്തിൻ്റെ ഈ ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓരോ വെതർ കണ്ടീഷൻസിനെയാണ്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞ എലമെൻറ്റ്സ് ഓഫ് വെതറിൽപ്പെട്ട ഓരോരുത്തരെയുമാണ്. ആദ്യം ടെമ്പറേച്ചർ പറയും, പിന്നെ പ്രഷർ പറയും, പിന്നെ വിൻഡ് പറയും, പിന്നെ ഹ്യൂമിഡിറ്റി പറയും. അപ്പോൾ ആദ്യം നമുക്ക് പറയാനുള്ളത് ടെമ്പറേച്ചറിനെ കുറിച്ചിട്ടാണ്. അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് പോവാം. ഇനിയാണ് അങ്ങോട്ടേക്ക് നമ്മുടെ പാഠത്തിൻ്റെ പ്രധാനപ്പെട്ട ക്രക്സ് എന്ന് പറയുന്ന ഭാഗങ്ങളെല്ലാം ഇരിക്കുന്നത്. എനിവേ ഇതാണ് ഇതിൻ്റെ ഒരു ബേസ്. വെതറും ക്ലൈമറ്റും എലമെൻറ്റ്സ് ഓഫ് വെതറുമാണ് ഇതിൻ്റെ ബേസ്. അതും വലിയ അളവിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ് മുതൽ ഇതിലെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം.